ബ്ലെസ്സിങ് ആൻഡ് പ്രോസ്പെറിറ്റി. 2 ആഴ്ചകൾ നമ്മളിതിനെക്കുറിച്ച് ചിന്തിച്ചു. ആമുഖമായിട്ട് നമ്മൾ പ്രോസ്പെറിറ്റി ഈസ് ദ വിൽ ഓഫ് ഗോഡ് എന്നുണ്ട്. ദൈവത്തിൻ്റെ ഹിതമാ, ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹമാ അനുഗ്രഹിക്കുക, അഭിവൃദ്ധി പ്രാപിക്കുക എന്നുള്ളത്. ഹൂ ഇസ് ദ ഓണർ എന്ന് നമ്മൾ കണ്ടു. ദൈവമാണ് ഇതിൻ്റെ എല്ലാം സോഴ്സ്. താങ്ക് യു ലോർഡ്. ഇനി ദൈവത്തിന് കണ്ടീഷൻസ് ഉണ്ട്. ദൈവത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ കണ്ടു. ഒബേയിങ്, ദൈവശബ്ദം, ഒബേയിങ് ഗോഡ്സ് വോയിസ്. പിന്നെ നേച്ചർ ഓഫ് ഗോഡ്സ് ബ്ലെസ്സിങ്, ദൈവം അനുഗ്രഹിച്ച അതെങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഒരു സ്റ്റാൻഡേർഡ് വേണമല്ലോ, അത് നമ്മൾ ചിന്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചത് ഗോഡ്സ് പേർപ്പസ്, ദൈവം എന്തിനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്, ഗോഡ്സ് പേർപ്പസ്, അത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മാമോനെ കുറിച്ചാണ്. ഹല്ലേലൂയ. കാരണം ഈ പ്രോസ്പെറിറ്റിയെക്കുറിച്ച് അതിനെതിരെ സംസാരിക്കുന്നവർ, അങ്ങനെ എതിരെ സംസാരിക്കുന്നവരുണ്ട്. അനുഗ്രഹത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയും ദൈവം അനുഗ്രഹിക്കും, പക്ഷേ എന്ന് പറഞ്ഞ് നമ്മളൊരു നെഗറ്റീവിലോട്ട് പോകേണ്ട ആവശ്യമില്ല. താങ്ക് യു ലോർഡ്. കാരണം ദൈവം ക്യാൻസർ സൗഖ്യമാക്കും, പക്ഷേ എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറയാൻ പോണത് എന്താണെന്നറിയോ? അവിശ്വാസം. താങ്ക് യു ലോർഡ്. നമുക്ക് വിശ്വാസത്തിൽ നിൽക്കാം. ലെറ്റ്സ് സ്റ്റാൻഡ് ഇൻ ഫെയ്ത്ത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പം മാമോനെ കുറിച്ചുള്ള ഞാൻ കുറേ റെഫറൻസുകൾ നോക്കി. പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനം വേണമല്ലോ. ഹല്ലേലൂയ. മാമോനെക്കുറിച്ച് പല ടീച്ചിങ്ങുകളുണ്ട്. നമുക്ക് എന്നിട്ട് സ്ക്രിപ്ചേഴ്സിലോട്ട് വരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. മാമോൻ വെൽത്താണ്, പൈസയാണ് മാമോൻ എന്ന്, ധനം മാമോൻ. അപ്പം അതുകൊണ്ട് എന്തു ചെയ്യും? ധനത്തെ മാമോനായിട്ട് കാണാൻ തുടങ്ങുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കും. അത് വേണ്ട, ധനം വേണ്ട. പട്ടിണി അനുഗ്രഹമല്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇല്ലായ്മ, ഒന്നും ഇല്ലാത്തൊരവസ്ഥ, അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ല. താങ്ക് യു ലോർഡ്, ദാറ്റ് ഈസ് നോട്ട്. അപ്പോൾ അതാണ് പലപ്പോഴും ഇങ്ങനെ പറയും, അത് അനുഗ്രഹം, അത് ദൈവത്തോട് ചേർന്നിരിക്കാൻ വേണ്ടി പട്ടിണി എന്നുള്ള ആ രീതിയിൽ അത് പഠിപ്പിക്കാൻ നോക്കുമ്പോൾ അന്ന് അങ്ങ് ജീവിച്ചാൽ പോരെ, പിന്നെ സമൃദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നോ. അതുപോലെ തന്നെ മാമോൻ ഒരു ദൈവമാണ്, അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ഈജിപ്ഷ്യൻ ഗോഡ് മാമോൻ, അതിനെ ആരാധിക്കുന്ന അങ്ങനത്തെ ഒരു, പക്ഷെ അത് കൃത്യമായിട്ട് തോന്നിയില്ല. അങ്ങനത്തെ ആ ഒരു പഠിപ്പിക്കൽ അത് കറക്റ്റായിട്ട് തോന്നിയില്ല. എനിക്ക് മനസ്സിലായത് മാമോൻ 2 കാര്യങ്ങളെ കാണിക്കുന്നുണ്ട്. മെറ്റീരിയൽ വെൽത്ത്, സമ്പത്ത്, നമ്മുടെ ഭൂമിയിലുള്ള മെറ്റീരിയൽ വെൽത്തിനെ മാമോനായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതേസമയം ഗ്രീഡ് അല്ലെങ്കിൽ അത്യാഗ്രഹം, ദുരാഗ്രഹം, ലവ് ഓഫ് മണി, അതിനെ മാമോനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കർത്താവ് സംസാരിക്കുന്ന ഭാഗങ്ങളാണ് ചിലതൊക്കെ റെഫറൻസായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ കർത്താവ് ആ വെൽത്തിനെയാണ് ഈ മാമോൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ കർത്താവിനെ വെൽത്ത് എന്ന് പറഞ്ഞാൽ മതി, സമ്പത്ത് എന്ന് പറഞ്ഞാൽ മതി കർത്താവിന്. അപ്പം മാമോൻ എന്തിനാണ് ഉപയോഗിച്ചത്? ഹല്ലേലൂയ. എന്നാൽ ഒരു ഡിമോണിക് പവറാണെങ്കിൽ, ഒരു ദുരാത്മാവാണെങ്കിൽ അത് വേറെ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു ലോർഡ്. അപ്പം ഈ ഇസ്രായേലിന് അറിയാവുന്നൊരു ദൈവമല്ല ഈ മാമോൻ.
അങ്ങനെ റെഫർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം. 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇവിടെ യേശുവാ സംസാരിക്കുന്നത്. യേശു തുടങ്ങുന്നത് നോ വൺ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്, 2 യജമാനന്മാരെ. അപ്പോൾ ഈ മാമോൻ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുൻപേ യേശു സംസാരിക്കുന്നത്, യേശു മുമ്പിൽ ഒരു മാസ്റ്ററായിട്ട് നിൽക്കുക. പക്ഷെ ഈ മാമോന് ആരാകാൻ പറ്റും? വേറെ മാസ്റ്ററാകാൻ പറ്റും, വേറെ യജമാനനാകാൻ പറ്റും. അപ്പോൾ 2 യജമാനന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഈ നമ്മൾ മെറ്റീരിയൽ വെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഡിമോണിക് പവർ അല്ല. ഡിമോണിക് പവറിനെ കുറിച്ച് അത് മാറ്റി വെക്കുക. മെറ്റീരിയൽ വെൽത്ത്, ധനം, ഇതിന് ഒരു യജമാനനാകാൻ പറ്റും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. കർത്താവിന് 2 യജമാനന്മാർ. കർത്താവ് ഇവിടെ ഉണ്ട്, പക്ഷേ മെറ്റീരിയൽ വെൽത്തിന് ഒരു യജമാനനാകാൻ പറ്റും. താങ്ക് യു ലോർഡ്. അപ്പോൾ നമ്മളോർക്കും ഇത് ഒരു ഭൂതം അല്ലെങ്കിൽ ഒരു ഡിമോണിക് പവറാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിനെയല്ല കർത്താവിനെയാണ് സേവിക്കേണ്ടതെന്ന്. പക്ഷേ വെറുതെ ഇരിക്കുന്നൊരു സ്വർണത്തിൻ്റെ പാത്രം, അതിലെന്താ കുഴപ്പമുള്ളത്? അതും കർത്താവുമായിട്ട് എന്താ കമ്പാരിസൺ? പക്ഷേ യേശു പറയുന്നത് 2 യജമാനന്മാരാ. ഹല്ലേലൂയ. ഈ മെറ്റീരിയൽ വെൽത്തിന്, ആക്ച്വലി മെറ്റീരിയൽ വെൽത്തിൻ്റെ അതിലോട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ നോ വൺ ക്യാൻ സെർവ് 2 മാസ്റ്റേഴ്സ്. 2 സാധ്യതകളാണ് ഉള്ളത്. ഫോർ ഐദർ ഹി വിൽ ഹേറ്റ് വൺ ആൻഡ് ലവ് അനദർ. അതായത് 2നെയും സേവിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ഒരെണ്ണത്തിനെ സ്നേഹിക്കും, മറ്റേതിനെ വെറുക്കും, ഹെയ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്താ കേസ്? രണ്ടാമത്തെ കേസ് എന്താ? എൽസ് ഹി വിൽ ബി ലോയൽ ടു വൺ ആൻഡ് ഡിസ്പൈസ് ദി അതർ. ലോയൽറ്റി, കൂറ് ഒന്നിനോടെ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. 2നോടും പറ്റത്തില്ല. സ്നേഹം ഒന്നിനോടെ പറ്റത്തുള്ളൂ, 2നോടും പറ്റത്തില്ല. താങ്ക് യു ലോർഡ്. നമുക്കറിയാം ഒരു ഡിമോണിക് പവറാണ് ഈ മാമോൻ എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാര്യം പിടികിട്ടും, കർത്താവിൻ്റെ പക്ഷത്താണ് ഞാൻ. പക്ഷേ ഈ മെറ്റീരിയൽ ഒരു കെട്ട് പൈസ ഇവിടെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, മാമോന് ഒരു ഡിസെപ്ഷൻ ഉണ്ട്, ഒരു കൺകെട്ടുണ്ട്. വശീകരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു കൺകെട്ട്, നമ്മൾ കാണുന്നതല്ലാതെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഒരു ഡിസെപ്ഷൻ ഉണ്ട്, ചതിയുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇതേ ഭാഗം തന്നെ നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 തൊട്ട് 13 വരെയുള്ള വാക്യം. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓക്കെ, ഇവിടെ മാമോൻ തന്നെയാ പറഞ്ഞിരിക്കുന്നത്, അനീതിയുള്ള മാമോൻ. അപ്പോൾ ഒരു ഡിമോണിക് പവറിനെ കുറിച്ചാണോ അവിടെ പറയുന്നത്? ഒരു ദുരാത്മാവിനെ കുറിച്ചാണോ അവിടെ പറയുന്നത്? അല്ല, മെറ്റീരിയൽ വെൽത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതും നേരെയുള്ള വെൽത്തല്ല, അനീതിയുള്ള മാമോനെ കുറിച്ച്. ഓക്കെ, അപ്പം ഞാൻ ആ കണ്ടെക്സ്റ്റ് പറഞ്ഞത്, ഒരു ജീവനുള്ള സാധനം ഇതാകേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഒരു ലവ് ഓഫ് മണി എന്ന് പറയും, ഒരു ഡിമോണിക് പവർ എന്ന് പറയും, പക്ഷെ വെറും വെൽത്ത് എന്നും പറയും, മെറ്റീരിയൽ വെൽത്ത് എന്നും പറയും. അപ്പോൾ ഒരു ജീവനുള്ള സാധനം ആകേണ്ട ആവശ്യമില്ല, പക്ഷേ ഇതിലൊരു ഡിസെപ്ഷൻ ഉണ്ട്. താങ്ക് യു ലോർഡ്. ഇനി അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് നമുക്ക് പൈസ വേണ്ടെന്നാണോ?
അതുകൊണ്ട് നമുക്ക് വെൽത്ത് വേണം. അങ്ങനെയാണോ? ഇത് തിരിച്ചറിയണം പ്രിയരെ. നമ്മളത് തിരിച്ചറിയണം, ഓരോന്നിനെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനത്തിടാൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് പട്ടിണിയും ഇല്ലായ്മയും അനുഗ്രഹം അല്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇത് കറക്റ്റ് സ്ഥാനത്ത് ഒരു സാധനം വീണ, ഇപ്പോൾ ഗിയർ എന്ന് പറയുന്ന സാധനം കൃത്യമായിട്ടത് വീണ് കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് പവർ കറക്റ്റായിട്ട് നടക്കും. കൃത്യമായിട്ട് വീണില്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർക്ക് പൊട്ടിപ്പോവും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പോൾ വായിക്കാം, തുടർന്ന് വായിക്കാതെ. അത് ഇല്ലാതെയാകുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുവാനിടയാകും. അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ, അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ടവൻ. നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭരമേൽപ്പിക്കും? അന്യായമായതിൽ വിശ്വസ്തരാകയില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ഓക്കെ, മതി. നമുക്ക് കുറച്ച് കാര്യങ്ങളിവിടെ ഒന്ന് ചിന്തിക്കണം. ഈ മാമോനെ കൊണ്ട് എന്ത് ചെയ്യാനാ പറയുന്നത്? മാമോനെ കൊണ്ട് ആദ്യത്തെ സെന്റൻസ്, അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവിൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇത് വെച്ച് പലതും ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ, സ്നേഹിതരെ ഉണ്ടാക്കാം. എന്നാൽ നീ സൂക്ഷിക്കണം, ഇതിന് സ്നേഹിതരെ ഉണ്ടാക്കാം. ഞാൻ അതിൻ്റെ ഓർഡർ ഒന്ന് പറയാം, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. ഈ മാമോൻ എന്തായിരിക്കണം എന്നറിയോ? നിനക്കടിമയായിരിക്കണം. ഹല്ലേലൂയ, നീ അതിനടിമയായിരിക്കരുത്. താങ്ക് യു ലോർഡ്. നീ കർത്താവിനടിമയായിരിക്കണം. ഹല്ലേലൂയ, യു ഷുഡ് സെർവ് ജീസസ്. ആൻഡ് ഈ മാമോൻ നിന്നെ സേവിക്കാനുള്ളതാ, നിന്റെ പുറകെ വരാനുള്ളതല്ല. നീ അതിൻ്റെ മുൻപിൽ അടിയറവ് വെക്കാനുള്ളതല്ല നിന്റെ ജീവിതം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഈ മാമോനെ നീ കൈകാര്യം ചെയ്യണം. നിന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇതിനെ എന്തിനു പ്രയോജനപ്പെടാം? ഫ്രണ്ട്സിനെ കിട്ടാൻ വേണ്ടിയിട്ടോ. ഹല്ലേലൂയ. പക്ഷെ അത് നിന്നെ സെർവ് ചെയ്യണം. ദാറ്റ് ഷുഡ് സെർവ് യു. കറക്റ്റ് ആറ്റിറ്റ്യൂഡിൽ ഇത് വർക്ക് ചെയ്യും. ഹല്ലേലൂയ. റോങ് ആറ്റിറ്റ്യൂഡിൽ ഇപ്പം കർത്താവിനെയും മാമോനെയും അവിടെ തെറ്റിപ്പോയി. ഹല്ലേലൂയ. നീ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുമടക്കും. മാമോൻ എന്തിനുള്ളതാ? നിന്നെ സെർവ് ചെയ്യാനുള്ളതാ. ഹല്ലേലൂയ, താങ്ക് യു. മാമോൻ നല്ലതാണോ ചീത്തയാണോ? മാമോൻ രണ്ടുമല്ല, മാമോനാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ദാറ്റ് ഷുഡ് സെർവ് യു. ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. താങ്ക് യു ലോർഡ്. ഇനി 12-ാം വാക്യം ഒന്നും കൂടെ വായിക്കാം. അന്യായമായതിൽ വിശ്വസ്തരായില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആർ തരും? ഓക്കെ, ഇവിടെ സ്റ്റുവേർഡ്ഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. നീ ഒരു കാര്യസ്ഥനാ, നല്ല കാര്യസ്ഥൻ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നീ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളത് സ്വർഗം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 രൂപയാ, ഓ ഇത് വലിയ കാര്യമായിട്ടില്ല, അങ്ങനെയല്ല. നോ, 1 രൂപയാണേലും നീ ആ 1 രൂപ എന്താ ചെയ്യുന്നതെന്ന് സ്വർഗം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത്, ദൈവം അറിയാതെയല്ല ഒന്നും നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് തന്നിരിക്കുന്നതിന് നമ്മൾ അക്കൗണ്ടബിൾ ആണോ? വാട്ട് ഡു വി ഡു വിത്ത് ഇറ്റ്? താങ്ക് യു ലോർഡ്. യോ എൻ്റെ പൈസ നോ. ഹല്ലേലൂയ. തന്ന ദൈവം ഇതെന്തിനു വേണ്ടി പ്രയോജനപ്പെടണം? ഹല്ലേലൂയ. പ്രിയരെ, നമുക്കറിയാം ബിയാറ്റിറ്റ്യൂഡ് കർത്താവ് പ്രസംഗിച്ചപ്പോൾ, ഫേമസ് ആയിട്ടുള്ള പ്രസംഗത്തിൽ, ആ പ്രസംഗത്തിൻ്റെ പേര് തന്നെ ബി ആറ്റിറ്റ്യൂഡ്. എന്തോ അത്? നിന്റെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം എന്നാ. മോശ വഴി ഇസ്രായേൽ മക്കൾക്ക് എന്തു കൊടുത്തു? 10 കൽപ്പന കൊടുത്തു. താങ്ക് യു ലോർഡ്. പക്ഷെ ഈ 10 കൽപ്പനയിൽ കൊല്ലരുതെന്ന ഉള്ളത് യേശു പഠിപ്പിക്കുമ്പോൾ നീ ഊണിലും ഉറക്കത്തിലും എഴുന്നേറ്റ് നടക്കുമ്പോഴും കിടക്കുമ്പോഴും എല്ലാം
കൊലപാതകത്തെക്കുറിച്ച് ചിന്തിക്കുക. നീ കൊന്നിട്ടില്ല, നീ കൊന്നതിന് തുല്യ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആറ്റിറ്റ്യൂഡ്, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കുക. താങ്ക് യു ലോർഡ്. പ്രവർത്തിക്ക് മുമ്പേ നിന്റെ ആറ്റിറ്റ്യൂഡ് എന്താ, അവിടെ തന്നെ ദൈവം കണക്കിടുക. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പം ആ ആറ്റിറ്റ്യൂഡാണ് ദൈവത്തിന് ഇമ്പോർട്ടൻറ്റ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എക്സാമ്പിളുണ്ട്. അതായത് ഒരു ശവം ഇങ്ങനെ കിടക്കുക. അപ്പം ആ ശവത്തിൻ്റെ കൈ ഞാൻ എടുത്തിട്ട് ആരുടെയെങ്കിലും മുഖത്തിട്ടൊരൊറ്റ അടി. അപ്പോൾ എന്തു പറയും, നിങ്ങളെന്തു പറയും? ഈ ശവമാണോ അടിച്ചത്, ഞാനാണോ അടിച്ചത്? പക്ഷെ ശവത്തിൻ്റെ കൈയല്ലേ നിങ്ങളുടെ മേത്ത് കൊണ്ടത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം. ഈ ശവത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു തീരുമാനം എടുക്കാനില്ല. ഒരു വടി വെച്ച് ചെയ്താലും ആ വടിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല. ഹല്ലേലൂയ. വില്ലാരുടെയാ? ഹൂ യൂസ് ദ വിൽ? ആരാ ഇതിൻ്റെ പുറകിലുള്ളത്? ഹി ഈസ് റെസ്പോൺസിബിൾ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അപ്പോൾ ഇവിടെ ഇനി 13-ാം വാക്യം വായിക്കാം. 2 യജമാനന്മാരെ സേവിപ്പാൻ ഒരു ഭൃത്യനും കഴിയുകയില്ല. അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയുകയില്ല. ഓക്കെ, അതേ വാക്യം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യം പറഞ്ഞ അതേ വാക്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 13-ലുള്ളത്. ഹല്ലേലൂയ, എവറിത്തിങ് ഈസ് ദ സെയിം. അപ്പം ഇവിടെ ആ ഡിവൈൻ ഓർഡറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഡിവൈൻ ഓർഡർ എന്താ? ഗോഡ് ഈസ് യുവർ മാസ്റ്റർ ആൻഡ് യു ആർ ദ മാസ്റ്റർ ഓഫ് മെറ്റീരിയൽ വെൽത്ത്. അതാണ് ദൈവത്തിൻ്റെ ഓർഡർ. ദൈവം നമുക്ക് മാസ്റ്റർ ആയിരിക്കും. മെറ്റീരിയൽ ആയിട്ടുള്ള സാധനങ്ങളുടെ മേൽ നീ മാസ്റ്റർ ആയിരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഇത് നമുക്കൊരു ക്ലാരിറ്റി വേണം. കാരണം ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിൻ്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അത് വേണം, അനുഗ്രഹം വേണം. എന്തിനാ? ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവത്തിൻ്റെ പേർപ്പസ് നടക്കാനാണ്. ദാറ്റ് ബ്ലെസ്സിങ് വി നീഡ് ടു സീ. പക്ഷേ ശരിയായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്കത് കാണാൻ പറ്റത്തില്ല. താങ്ക് യു ലോർഡ്. വഴിയേ വരുന്നത് നമ്മൾ മാറി നടക്കും. അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്. അല്ലേ? നോ 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 നോ. താങ്ക് യു ലോർഡ്. ഇനി ചില ഓക്കെ, ഗ്രീഡും ട്രസ്റ്റും. ഗ്രീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആഗ്രഹം, ദുരാഗ്രഹം. ഗ്രീഡ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം, ഫെയ്ത്ത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഈ പൈസയായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ മെറ്റീരിയൽ വെൽത്തുമായിട്ടുള്ള ബന്ധത്തിൽ ഇത് രണ്ടും രണ്ട് ധ്രുവമാണ്. ഹല്ലേലൂയ. ഒരേ സാധനത്തിനെ രണ്ട് പേർക്ക് രണ്ട് രീതിയിൽ അപ്രോച്ച് ചെയ്യാം. ഇപ്പോൾ പണം ഇവിടെ ഇരിക്കുകയാണെന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ പ്രയോജനമുള്ളൊരു സാധനം ഇവിടെ ഉണ്ടെന്നിരിക്കട്ടെ. ഒരാൾക്ക് ദുരാഗ്രഹം വെച്ച് അതിനെ അപ്രോച്ച് ചെയ്യാം, ആഗ്രഹം അതിൻ്റെ അപ്പുറവും. വേറൊരാൾക്ക് പ്രയോജനം, ട്രസ്റ്റ്. ഹല്ലേലൂയ. ഇത് വെച്ച് എനിക്ക് ദൈവനാമത്തെ എങ്ങനെ മഹത്വപ്പെടുത്താം? ഹല്ലേലൂയ. ഒരേ സാധനമാണ് രണ്ടുപേരും കാണുന്നത്. താങ്ക് യു ലോർഡ്. ഒരാൾ ദൈവത്തിൻ്റെ അപ്രൂവലിൽ പോകും, വേറൊരാൾ ശാപത്തിൽ പോകും. ഹല്ലേലൂയ. ഒരേ കാര്യമായിരുന്നു, രണ്ടുപേരും ഒരേ കാര്യമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്കത് അനുഗ്രഹമാണ്, ഒരാൾക്കത് ശാപമാണ്. ഹല്ലേലൂയ. വ്യത്യാസം എന്താ? ആറ്റിറ്റ്യൂഡ്. ഹല്ലേലൂയ. നിന്റെ മാസ്റ്റർ ദൈവമാണ്. ഹല്ലേലൂയ. ബാക്കി എല്ലാത്തിൻ്റെ മാസ്റ്റർ നീയാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവം എൻ്റെ മാസ്റ്ററാ എന്നുള്ള ബോധ്യത്തിൽ നീ ഇതിനെ കൈകാര്യം ചെയ്താൽ നിനക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. ഹല്ലേലൂയ.
ആ കൈകാര്യം ചെയ്യൽ മാത്രമല്ല, ഇനി നമുക്ക് അടുത്ത കിങ്ഡം പ്രിൻസിപ്പിൾസിലോട്ട് പോകാം. താങ്ക് യു ലോർഡ്. ഈ കിങ്ഡം പ്രിൻസിപ്പിൾസ്, സ്വർഗരാജ്യത്തിന് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്ക് ആദ്യം പ്രോവേർബ്സ് 13:10-11 വായിക്കാം. സദൃശവാക്യം. അഹങ്കാരം കൊണ്ട് വിവാദം മാത്രമുണ്ടാകുന്നു, ആലോചന കേൾക്കുന്നവരുടെ പക്കലോ ജ്ഞാനമുണ്ട്. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമ്മൾ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലോട്ടും ദൈവത്തിൻ്റെ പ്രൊവിഷൻസിലോട്ടും പോകുന്നതിന് മുൻപേ ഒരു കോഷനുണ്ട്, സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. ആ സൂക്ഷിക്കേണ്ട കാര്യം 11 വാക്യം ഒന്നും കൂടെ വായിക്കാം. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും. അന്യായമായി സമ്പാദിച്ച ധനം. വെൽത്ത് എന്താ, നല്ലതാണോ ചീത്തയാണോ? നേരത്തെ ഞാൻ ചോദിച്ചു. അതൊന്നുമല്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദാറ്റ്സ് എ ടൂൾ. ഒരു കത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലിരിക്കുന്നത് പോലെയാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജി. അപ്പോൾ അന്യായമായിട്ടുള്ള ഒരു അപ്രോച്ചുണ്ട്, ഒരു ധനമുണ്ട്. താങ്ക് യു ലോർഡ്. അതിന്ന് ആരും അഭിവൃദ്ധി പ്രാപിക്കത്തില്ല. താങ്ക് യു ലോർഡ്. സോ വി നീഡ് ടു ഹാവ് എ ഹോണസ്റ്റ് അപ്രോച്ച്. നീതിയോടുകൂടെയുള്ളൊരു അപ്രോച്ച് നമുക്ക് ആദ്യം വേണം. ഇതിനെക്കുറിച്ച് അന്യായമായിട്ടുള്ളത് അല്ല, എനിക്ക് വേണ്ട എന്നുള്ളൊരു ഉറപ്പ് ആദ്യം നമുക്ക് വേണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഇറങ്ങാൻ, നീന്തി കുളിക്കാൻ കർത്താവിൻ്റെ അനുഗ്രഹത്തിലോട്ട്. താങ്ക് യു ലോർഡ്. വി നീഡ് ടു ഹാവ് ദ റൈറ്റ് ആറ്റിറ്റ്യൂഡ്. റൈറ്റ് ആറ്റിറ്റ്യൂഡ് ഇല്ലാണ്ട് നമ്മൾ ഈ ബാക്കി മേഖലയിലോട്ട് ഇറങ്ങിയ ദൈവത്തിൻ്റെ ആ ഫുൾനെസ് നമുക്ക് കിട്ടത്തില്ല. താങ്ക് യു ലോർഡ്. ദൈവത്തിൻ്റെ കണ്ടീഷൻസ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല. ആ വാക്യം ഒന്നും കൂടെ വായിക്കാം. 11 വാക്യം. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. ഹല്ലേലൂയ. ഇത് വചനമാണ്, ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. താങ്ക് യു ലോർഡ്. അന്യായമായിട്ട് നമ്മൾ കെട്ടിപ്പടുത്തുന്നത് എന്തു ചെയ്യും? നിലനിൽക്കത്തില്ല. അത് കുറഞ്ഞു കുറഞ്ഞു പോകും. താങ്ക് യു ലോർഡ്. അത് നേരെ തിരിച്ച് സംഭവിച്ചാൽ ദൈവത്തിൻ്റെ വചനം തെറ്റായി പോകും. താങ്ക് യു ലോർഡ്. അത് കുറഞ്ഞു കുറഞ്ഞു പോകും. നീതിയോടെയുള്ള ബട്ട് ഹീ ഹൂ ഗ്യാദേഴ്സ് ബൈ ലേബർ വിൽ ഇൻക്രീസ്. ഹല്ലേലൂയ. മടിയനായിരിക്കുന്നവരെ അല്ല. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹീ ഹൂ ലേബേഴ്സ്, നീതിയോടെ ലേബർ ചെയ്യുന്നവർ ഇൻക്രീസ് ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനമാണ്. താങ്ക് യു ലോർഡ്. ഇനി നമുക്ക് കുറച്ച് കിങ്ഡം പ്രിൻസിപ്പിൾസിലോട്ട് കയറാം. പ്രോവേർബ്സ് സദൃശവാക്യം 3:13-18 വരെയുള്ള വാക്യം. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. ദൈവം വിസ്ഡം വെച്ചിട്ടുണ്ട്, ജ്ഞാനം വെച്ചിട്ടുണ്ട്. ജ്ഞാനം ഇല്ലാതെ ഭോഷത്വം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ദൈവത്തിൻ്റെ പ്ലാൻ. യു നീഡ് വിസ്ഡം. വിസ്ഡം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? കറക്റ്റ്. വിസ്ഡം ഇല്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം. അത് ചോദിക്കുന്നവർക്ക് അവൻ കൊടുക്കും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പക്ഷേ ഈ വെൽത്തിന് ഒരു വിസ്ഡം കണക്റ്റഡാണ്. താങ്ക് യു ലോർഡ്. പോഷ്ക്കും കെയർലെസ്സും ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉള്ളവന് ദൈവത്തിൻ്റെ വചനപ്രകാരം ആ ബ്ലെസ്സിങ്ങിലോട്ടും പ്രോസ്പെരിറ്റിയിലോട്ടും കയറാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രിൻസിപ്പിളാണ്. നമുക്ക് വായിക്കാം, ശ്രദ്ധിച്ച് വായിക്കാം. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം തങ്കത്തിലും നല്ലത്. അത് മുത്തുകളിലും വിലയേറിയത്. നിന്റെ മനോഹര വസ്തുക്കളൊന്നും അതിന് തുല്യമാകയില്ല. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെ കുറിച്ചാണെന്നറിയോ? വിസ്ഡത്തെ കുറിച്ചാ, ജ്ഞാനത്തെ കുറിച്ചാ പറയുന്നത്. എന്നിട്ട് ജ്ഞാനത്തിന് സ്ത്രീയായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കണം. വായിച്ചോ. അതിന്റെ വലങ്കയിൽ ദീർഘായുസ്സും ഇടങ്കയിൽ ധനവും മാനവും ഇരിക്കുന്നു. അതിന്റെ വഴികൾ ഇമ്പമുള്ള വഴികളും അതിന്റെ പാതകളെല്ലാം സമാധാനവുമാകുന്നു. ഓക്കെ, റൈറ്റ്. ഇമ്പമുള്ള വഴികളുണ്ട്. എല്ലാ വഴികളും ഇടുങ്ങിയതെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് ഇതാണ് എൻ്റെ വഴിയെന്നും തിരഞ്ഞെടുക്കരുത്. നോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വഴിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് വിശാലമുള്ളതോ ഇടുങ്ങിയതോ വാട്ടെവർ, ദൈവത്തിൻ്റെ വഴിയാണ് നമുക്ക് വിഷയം. താങ്ക് യു ലോർഡ്.
വഴിയുടെ മേന്മയല്ല വിഷയം. ഹല്ലേലൂയ. നമ്മൾ ഈ അനുഗ്രഹത്തെക്കുറിച്ച് പഠിച്ചപ്പോഴെല്ലാം നിന്നെയാ ദൈവം നോക്കുന്നത്. നിന്നെ നോക്കിയിട്ടാ ബാക്കി അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിയല്ല നമ്മൾ അനുഗ്രഹിക്കുന്ന അവനെയാ നോക്കേണ്ടത്. ഹല്ലേലൂയ. ബാക്കി കാര്യങ്ങളിലോട്ട് നമ്മുടെ ഫോക്കസ് പോകരുത്. താങ്ക് യു ലോർഡ്. വായിച്ചോ. അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓക്കെ, ഇതെല്ലാം വിസ്ഡത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിസ്ഡം നമുക്ക് നല്ലതാണോ ചീത്തയാണോ? നല്ലത്. ഓക്കെ, അപ്പം നമ്മുടെ ജീവിതത്തിൽ വിസ്ഡം അപ്ലൈ ചെയ്യുന്നത് നല്ലത്. ഹല്ലേലൂയ. വിസ്ഡം നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ കിങ്ഡം പ്രിൻസിപ്പിൾസിൽ ആദ്യത്തെ കാര്യമാണ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. വിവേകവും പരിജ്ഞാനവും അത് ഇമ്പോർട്ടൻ്റാണ്. കിങ്ഡം പ്രിൻസിപ്പിൾസിൽ പെട്ട ആദ്യത്തെ കാര്യമാണ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഞാൻ അടുത്ത വടിയിലോട്ട് കയറാം. പ്രോവേർബ്സ് 27:23-26. സുഭാഷിതങ്ങൾ 27:23 തൊട്ട് 26 വരെ. നിന്റെ ആടുകളുടെ അവസ്ഥ അറിവാൻ ജാഗ്രതയായിരിക്കുക. ഓക്കെ, നിൽക്കട്ടെ. നിനക്ക് ആടുണ്ടെങ്കിൽ ആടിൻ്റെ അവസ്ഥ അറിവാൻ അവസ്ഥ നീ അറിയണം. അതിൽ ജാഗ്രത കാണിക്കണം. ഇഫ് യു ഹാവ് എ ബിസിനസ്, നിനക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നീ അതിൻ്റെ അവസ്ഥ അറിയണം. നീ ജാഗ്രത കാണിക്കണം. യു കനോട്ട് എഫോർഡ് ടു ബി കെയർലെസ്. കെയർലെസ് ആയിട്ട് ഉള്ളൊരു വിളി അല്ല ദൈവത്തിൻ്റെ വിളി. ദൈവത്തിൻ്റെ അടുത്തു നിന്നൊരു വിസ്ഡം നീ റിസീവ് ചെയ്യ്. താങ്ക് യു ലോർഡ്. കാരണം നമ്മൾ ഈ പ്രോപ്പർ വിസ്ഡം ഇല്ലാണ്ട്, പ്രോപ്പർ അപ്രോച്ച് ഇല്ലാണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബാങ്കിൽ കൂട്ടാനായിട്ട് എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ബാങ്ക് അക്കൗണ്ട് ഇല്ലെങ്കിൽ പോയി ഒരെണ്ണം തുടങ്ങണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. യു നീഡ് ടു പ്ലാൻ. ഒരു പ്ലാൻ വേണം. അത് വിസ്ഡം ദൈവം തരുന്നതാ. ഇനി നിന്റെ സ്റ്റെപ്പുകൾ ശരിയായി വെക്കാണ്ട് ദൈവത്തിന് എങ്ങനെ നിന്നെ അടുത്ത പടിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? താങ്ക് യു ലോർഡ്. വേറൊരാൾ നിന്റെ ജീവിതത്തിൽ വന്ന് ചെയ്യേണ്ട കാര്യം അല്ല ഇത്. നീ തീരുമാനമെടുത്ത് നീ ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. വായിക്കാം. നിന്റെ കന്നുകാലികളിൽ നന്നായി ദൃഷ്ടി വെക്കുക. ദൃഷ്ടി വെക്കണം. കണ്ണ് എവിടെ ഓടണോ അവിടെ കണ്ണ് ഓടണം. ഹല്ലേലൂയ. ഓ, എൻ്റെ പറമ്പ് കർത്താവ് നോക്കിക്കോളും. ഹല്ലേലൂയ. അത് റൈറ്റ് അപ്രോച്ച് അല്ല പ്രിയരെ. നമ്മൾ ട്രസ്റ്റ് ചെയ്യും. വി ട്രസ്റ്റ് ഗോഡ്. പക്ഷെ അതിൻ്റെ അടുത്തും ഞാനൊരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള മനുഷ്യനായി ജീവിക്കാനല്ല. ഐ നീഡ് ടു ബി ഫുള്ളി റെസ്പോൺസിബിൾ. ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. വായിക്കാം. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ, കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? ഓക്കെ. പുല്ല് ചെത്തി കൊണ്ടുപോകുന്നു, ഇളംപുല്ല് മുളച്ചു വരുന്നു, പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അപ്പം നമ്മളുടെ ഈ കോഷ്യസ് കെയർഫുൾ അപ്രോച്ച് നമുക്ക് അനുഗ്രഹമായിരിക്കും എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രിയരെ, വി നീഡ് ടു യൂസ് വിസ്ഡം. ബുദ്ധി ഉപയോഗിക്കേണ്ടടുത്ത് ബുദ്ധി ഉപയോഗിക്കണം. കഴിവ് ഉപയോഗിക്കേണ്ടടുത്ത് കഴിവ് ഉപയോഗിക്കണം. താങ്ക് യു ലോർഡ്. അത് ദൈവത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ്. അത് ദ കിങ്ഡം പ്രിൻസിപ്പിളാണ് അത്. താങ്ക് യു ലോർഡ്. മുകളിലോട്ട് നോക്കി കരയുന്നത് അത് ഏറ്റവും ലാസ്റ്റാണ്. ഹല്ലേലൂയ. നീ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ നീ മുട്ടുകുത്തി കരഞ്ഞോ? ഹല്ലേലൂയ. ആദ്യമേ തന്നെ നീ മുട്ടുകുത്തി കരയരുത്. ചെയ്യാനുള്ള പരീക്ഷയ്ക്ക് പോവുക. എൻ്റെ കർത്താവേ, ഇത് പരീക്ഷയ്ക്ക് മുമ്പേ നീ കരഞ്ഞോ? പക്ഷെ പഠിക്കാൻ സമയം കിട്ടുമ്പോൾ മര്യാദക്ക് പഠിച്ചോളണം. ഹല്ലേലൂയ. ബുദ്ധി ഉപയോഗിക്കണം. താങ്ക് യു ലോർഡ്.
വി നീഡ് ടു ബി റെസ്പോൺസിബിൾ. നമുക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ദൈവം തന്നിട്ടുണ്ടോ അതിൽ നിന്ന് മാറിയിട്ടൊരു പരിപാടിയില്ല. പക്ഷേ അവന് വേണ്ടി നിൽക്കുമ്പോൾ, താങ്ക് യു ലോർഡ്, ഹി ഓൾസോ സ്റ്റാൻഡ്സ് വിത്ത് യു. നിന്റെ കാര്യങ്ങളിൽ അവനും കൂടെ ഇരിക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. 21 അധ്യായം 20 വാക്യം കൂടെ വായിക്കാം. ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്, മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. ഹല്ലേലൂയ. അപ്പൊ ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവുമുണ്ട്. ഉണ്ട്. നീ ജ്ഞാനിയാണെന്ന് എങ്ങനെ അറിയാം? നിന്റെ പാർപ്പിടത്തിൽ നിക്ഷേപങ്ങളും തൈലങ്ങളും ഉണ്ടാകും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. എന്നാൽ മൂഢനോ അവയെ ദുർവ്യയം ചെയ്തു കളയുന്നു. ഹല്ലേലൂയ, വിലയുള്ളത്. ഹല്ലേലൂയ, തിരിച്ചറിയാനുള്ള കണ്ണ്. താങ്ക് യു ലോർഡ്, യു വിൽ ഹാവ് ഇറ്റ് ഇഫ് യു ആർ വൈസ്. താങ്ക് യു ലോർഡ്. അപ്പോൾ നമ്മൾ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് കണ്ടു, കെയർഫുൾനെസ്, റെസ്പോൺസിബിലിറ്റി. ഇനി നമ്മൾ മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 30 വരെയുള്ള താലന്തുകളുടെ ഉപമ എന്ന് നമ്മൾ ദ പാരബിൾ ഓഫ് ദ ടാലൻസ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നതാണ്. 14. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഓക്കെ, നിൽക്കട്ടെ. ഈ ഓരോരുത്തർക്ക് ഒരുവൻ 5 താലന്ത്, ഒരുവന് 2 താലന്ത്, ഒരുവന് 1 താലന്ത്. ഇതെങ്ങനെയാണ് കൊടുത്തത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്? നമുക്കൊരു താലന്ത് ദൈവം തരുകയാണെങ്കിൽ അതിന് അടിസ്ഥാനം വല്ലതും ഉണ്ടോ? അല്ലെ വെറുതെ ദൈവം താലന്ത് തരുന്നതാണോ? വചനത്തിൽ പറയുന്നുണ്ട്. 15 വാക്യം ഒന്നും കൂടെ വായിക്കാം. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ, അവനവൻ്റെ പ്രാപ്തി പോലെയായി താലന്ത് കൊടുത്തത്. താങ്ക് യു ലോർഡ്. അപ്പോൾ പ്രാപ്തി കണ്ടിട്ട് തന്നെയാണ് നിനക്ക് താലന്ത് തന്നിട്ടുള്ളത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ചിലവർ പറയും എനിക്ക് വലിയ താലന്തൊന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നും എനിക്ക് പ്രസംഗിക്കാനറിയില്ല, എനിക്ക് വലിയ താലന്തൊന്നും ഇല്ലാത്ത ആളാണ് ഞാൻ. താങ്ക് യു ലോർഡ്. ഇനി അങ്ങനെ പറയരുത്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അത് ദൈവത്തെ കളിയാക്കുന്നത് പോലെയായി പോകും. 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, 1 താലന്തും കൊടുത്തു പ്രാപ്തി അനുസരിച്ചിട്ട്. ഇനി തുടർന്ന് വായിക്കാം. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനന്റെ ദ്രവ്യം മറച്ചു വെച്ചു. 1 താലന്ത് കിട്ടിയവർ കുറേ പേരുണ്ട് ഇല്ലേ? കാരണം അവൻ ചെയ്ത എന്താ? ഒരു കുഴി ഒഴിച്ച് മൂടിയിട്ടു. നമുക്ക് താലന്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂടിയിട്ടവന് പോയി താലന്ത് എവിടെ? അത് കാണാനില്ല, അത് കുഴിയുള്ള. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, 1 താലന്തെങ്കിൽ 1 താലന്ത്. ഞാൻ ചോദിക്കട്ടെ, യജമാനൻ വിളിച്ച് താലന്ത് കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടായിരുന്നോ ആ കൂട്ടത്തിൽ? ഇല്ല, താലന്ത് കൊടുക്കാത്ത ആരുമില്ല. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. പ്രിയരെ, അത് തന്നെ നമുക്ക് ഉത്തരവാണ്. എനിക്ക് താലന്ത് ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, കാരണം താലന്ത് കൊടുക്കാത്ത ഒരാൾ ആ വിളിയിലുണ്ടായിരുന്നില്ല. കർത്താവ് വിളിച്ച ഓരോരുത്തരും ഈ മുമ്പിലിരിക്കുന്നത്. താങ്ക് യു ലോർഡ്. വായിക്കാം. 1 ലഭിച്ചവനോ പോയി നിലത്തൊരു കുഴി കുഴിച്ച് യജമാന്റെ ദ്രവ്യം മറച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷമായ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. ഓക്കെ, അപ്പോൾ ഈ യജമാനൻ എന്തു പറഞ്ഞിട്ടാ പോയത്? അപ്പോൾ ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി അങ്ങനെയാണോ പോയത്? നോ, വീണ്ടും വരും. അക്കൗണ്ടബിലിറ്റി. താങ്ക് യു ലോർഡ്. അക്കൗണ്ടബിലിറ്റി മുൻപിൽ വെച്ചിട്ടാണ് ഈ താലന്ത് കൊടുത്തത്.
എന്തിനാ താലന്ത്, എങ്ങനെയാ താലന്ത് കൊടുത്തത്? ഓരോരുത്തരുടെ കപ്പാസിറ്റി അറിഞ്ഞാ താലന്ത് കൊടുത്തത്. താലന്ത് കൊടുക്കാത്ത ഒരുവനും ഇല്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ലാസ്റ്റത്തെ സെന്റൻസ് ഒന്നും കൂടെ വായിക്കാം. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. വന്നു കഴിയുമ്പോൾ ഒരു പരിപാടിയുണ്ട്. എന്താണ്? കണക്ക്. ചില ആൾക്കാർ അല്ലെങ്കിലും ഞാൻ മാത്സിൽ ഇത്തിരി വീക്കാണ്, എന്തായാലും കണക്ക് തീർക്കും. താങ്ക് യു ലോർഡ്. യജമാനൻ രണ്ടാമത് വരുമ്പോൾ ഒരു കണക്കുണ്ട് പ്രിയരെ, അത് നമ്മളോട് എല്ലാവരോടും ചോദിക്കും. താങ്ക് യു ലോർഡ്. അപ്പോൾ താലന്തില്ലാന്ന് ഇനി ഈ പ്രസംഗം കേട്ടതിന് ശേഷം പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വായിച്ചോ 20-ാം വാക്യം. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്ന് വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ. നിൽക്കട്ടെ. 5 താലന്ത് കൊടുത്തവൻ തിരിച്ചു എന്ത് കൊടുത്തു? 5 കൂടെ അവൻ നേടി. അപ്പോൾ കണക്ക് പ്രകാരം 100%. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. 100%. അത് ഇനി 2 താലന്ത് കിട്ടിയവനോ, അവൻ തിരിച്ച് 2 കൊടുത്തു. കണക്ക് പ്രകാരം 100%. ഹല്ലേലൂയ. ദൈവം നമ്മുടെ അടുത്ത് നിന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ? 100%. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പോൾ ഇവിടെ ഈ ആ യജമാനൻ പറയുന്നൊരു കാര്യമുണ്ട്. 21-ാം വാക്യം. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ദൈവം ഫ്രൂട്ട്ഫുൾ ആകുന്നവരെ കാണുന്നത് എങ്ങനെയാണെന്നറിയോ? നമ്മൾ നല്ലവനാണെന്ന് പറയൂലേ, പറയണ്ട, ചെയ്ത് കാണിച്ചാൽ മതി. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. അത് പറയേണ്ടത് ദൈവമാ. നമ്മുടെ ഫ്രൂട്ട്ഫുൾനെസ്സിന് ദൈവത്തിൻ്റെ ഉത്തരം നല്ലവൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഉത്തരം വിശ്വസ്തൻ. ഹല്ലേലൂയ. ഞാൻ നല്ലവനാ, ഞാൻ വിശ്വസ്തനാന്ന് ഞാനല്ല, ദൈവമാ പറയേണ്ടത്. ഹല്ലേലൂയ. അത് ദൈവം പറയണമെങ്കിൽ 100% 100% വിശ്വസ്തനായിരിക്കണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. വായിച്ചോ. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ഹല്ലേലൂയ. നിൽക്കട്ടെ. ദൈവം പറയുന്നത് എന്താണെന്നറിയോ? അല്പമാണ് നിനക്ക് തന്നത്. ഹല്ലേലൂയ. ഈ 5 എന്ന് പറഞ്ഞ് നീ 5 കൂടെ ചേർത്ത് നീ 10 അത് അല്പമായിരുന്നു. ഹല്ലേലൂയ. കൊടുത്തവനറിയാ അത് അല്പമായിരുന്നു എന്ന്. പക്ഷേ അവൻ്റെ പ്ലാൻ എന്താ? നിന്നെ ഇനി ഞാൻ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പ്രിയരെ, ചെറുതാണെങ്കിൽ നീ അതിൽ വിശ്വസ്തത കാണിച്ചാൽ മതി. താങ്ക് യു ലോർഡ്. ദൈവത്തിനറിയാം ചെറുത് ഏതാണ്. ആദ്യം തരുന്നത് ചെറുത് തന്നെയാ. താങ്ക് യു ലോർഡ്. എനിക്കൊരു നല്ല ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പാടിയാൻ, അങ്ങനെയല്ല, ഉള്ളത് വെച്ച് പാടാൻ തുടങ്ങണം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. വായിച്ചോ. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവരോട് പറഞ്ഞു. 2 താലന്ത് ലഭിച്ചവനും അടുക്കെ വന്ന് യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 100%, 100%. ഓക്കെ. അതിന് യജമാനൻ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്ന്, യജമാനെ, നീ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യനെന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിന്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിന്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തയിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. ഓക്കെ.
അപ്പോൾ ഇവിടെ ഒരു താലന്ത് കിട്ടിയവൻ എന്ത് ചെയ്തു? എന്നാ നിൻ്റെ താലന്ത് നീ തന്നത് തിരിച്ചെടുത്തോ. അതൊരു കാര്യസ്ഥൻ്റെ ആറ്റിറ്റ്യൂഡല്ല. താങ്ക് യു ലോർഡ്. അവനെക്കുറിച്ച് ദൈവത്തിൻ്റെ അഭിപ്രായം എന്താണെന്നറിയോ? വാട്ട് ഈസ് ഗോഡ് ടെല്ലിങ് അബൌട്ട്? 26-ാം വാക്യം. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ ഞാൻ വിതയ്ക്കാത്തയിടത്ത് നിന്ന് കൊയ്യുകയും. ദുഷ്ടനും മടിയനും നമ്മളല്ലല്ലോ അല്ലേ? അവൻ എന്താ ചെയ്തത്? ദൈവം തന്നത് നേരെ തിരിച്ചങ്ങ് കൊടുത്തു. താങ്ക് യു ലോർഡ്. അപ്പോൾ അവൻ എന്ത് ദുഷ്ടത്തരോ കാണിച്ചത്? താങ്ക് യു ലോർഡ്. പ്രിയരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന താലന്ത് കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ദൈവം നമ്മളെ കാണുന്നത് ആരായിട്ടാണെന്നറിയോ? ദുഷ്ടരായിട്ടാ, മടിയനായിട്ടാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എഴുതാൻ അറിയാവുന്നവർ ദൈവത്തിന് വേണ്ടി എഴുതണം. പാടാൻ അറിയാവുന്നവർ കർത്താവിന് വേണ്ടി പാടണം. സംസാരിക്കാൻ അറിയാവുന്നവർ അവൻ്റെ പക്ഷത്തു നിന്ന് സംസാരിക്കണം. താങ്ക് യു ലോർഡ്. നിനക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത് എന്താണോ? ബിസിനസ് ആണെങ്കിൽ ഡു ഇറ്റ് ഫോർ ദ ലോർഡ്. ജോലിയാണെങ്കിൽ ഡു ഇറ്റ് ഫോർ ദ ലോർഡ്. താങ്ക് യു ലോർഡ്. എന്തെല്ലാം കാര്യങ്ങൾ, എന്തൊക്കെ താലന്ത് നമുക്ക് തന്നിട്ടുണ്ടോ അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് മനുഷ്യരെ നേടുവാൻ ഹല്ലേലൂയ നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ വിളിയുടെ മുമ്പിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. താങ്ക് യു ലോർഡ്. വായിച്ചോ 27-ാം വാക്യം. നീ എൻ്റെ ദ്രവ്യം പെൺവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതുകൂടെ എടുത്തു കളയും. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അല്പത്തിൽ വിശ്വസ്തനാണെങ്കിൽ അധികത്തിൽ വിചാരകനാക്കും. ഹല്ലേലൂയ. ദാറ്റ്സ് എ കിങ്ഡം പ്രിൻസിപ്പിൾ. അത് കിങ്ഡം പ്രിൻസിപ്പിളാണ്. താങ്ക് യു ലോർഡ്. ദൈവം നമുക്ക് എന്താ തന്നതെന്ന് തിരിച്ചറിഞ്ഞ് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അതിനെ എങ്ങനെ വളർത്താം, എങ്ങനെ പ്രയോജനപ്പെടുത്താം, എങ്ങനെ ബെനിഫിഷ്യലാക്കാം, താങ്ക് യു ലോർഡ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നീ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ ട്രാക്കിലാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്.